1892 ലിവർപൂൾ നഗരത്തിലെ ആൻഫീൽഡ് എന്ന പുണ്യഭൂമിയിൽ ഒരു ഫുട്ബോൾ ക്ലബിന് ജീവൻ നൽകിയപ്പോൾ അതിന്റെ സ്ഥാപകൻ ജോൺ ഹോൾഡിങ്ങിന്റെ മനസ്സിൽ ഒരു പക്ഷേ ഇങ്ങനെ ഒരു മഹാസാമ്രാജ്യത്തെക്കുറിച്ചുള്ള സ്വപ്നം ഉണ്ടായിരുന്നിരിക്കില്ല. ആൻഫീൽഡ് ഗ്രൗണ്ടിന്റെ ഉടമസ്ഥനായിരുന്ന ഹോൾഡിംഗ് വാടകയെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് എവർട്ടൺ ക്ലബ് വിട്ടുപോയപ്പോൾ തനിക്ക് സ്വന്തമായി ഒരു ക്ലബ്ബ് വേണമെന്ന് തീരുമാനിച്ചു. അങ്ങനെ എവർട്ടൺ അത്ലറ്റിക് ഗ്രൗണ്ട്സ് അസോസിയേഷൻ ലിമിറ്റഡ് എന്ന പേരിൽ ആരംഭിച്ച ക്ലബ്ബ് പിന്നീട് ലിവർപൂൾ ഫുട്ബോൾ ക്ലബ്ബ് എന്ന പേര് സ്വീകരിച്ച് ചരിത്രത്തിന്റെ ഭാഗമായി മാറി. ആദ്യകാലങ്ങളിൽ പ്രാദേശിക ലീഗുകളിൽ കളിച്ചു തുടങ്ങിയ ലിവർപൂൾ 1893-94 സീസണിൽ ഫുട്ബോൾ ലീഗ് സെക്കൻഡ് ഡിവിഷനിൽ പ്രവേശിച്ചു. അക്കൊല്ലം തന്നെ അവർ ചാമ്പ്യന്മാരായി ഒന്നാം ഡിവിഷനിലേക്ക് സ്ഥാനമുറപ്പിച്ചു. ഒരു ക്ലബിന്റെ ദീർഘകാല വിജയഗാഥയുടെ ആദ്യ സൂചനയായിരുന്നു അത്. ആദ്യത്തെ ലീഗ് കിരീടം നേടാൻ അവർക്ക് 1901 വരെ കാത്തിരിക്കേണ്ടി വന്നു. പിന്നീട് 1906 അവർ ലീഗ് കിരീടം സ്വന്തമാക്കി. ഇംഗ്ലീഷ് ഫുട്ബോളിൽ ഒരു പുതിയ ശക്തിയായി അവർ മാറുകയായിരുന്നു. ലിവർപൂളിന്റെ ചരിത്രം എടുത്തു പറയുമ്പോൾ ബിൽ ഷാങ്ലി എന്ന പേര് ഒരു തീരാത്ത അധ്യായമാണ്. 1959 ലിവർപൂൾ സെക്കൻഡ് ഡിവിഷനിൽ ഉഴലുമ്പോൾ ക്ലബിന്റെ സാരഥ്യം ഏറ്റെടുത്ത ഷാങ്ലി കേവലം ഒരു പരിശീലകനായിരുന്നില്ല, ഒരു ദർശനമായിരുന്നു, ഒരു തത്വചിന്തകനായിരുന്നു. മൈ ഐഡിയ വാസ് ടു ബിൽഡ് ലിവർപൂൾ ഇൻടു എ ബാസ്റ്റിയൻ ഓഫ് ഇൻവിൻസിബിലിറ്റി. ഷാങ്ലിയുടെ ഈ വാക്കുകൾ ലിവർപൂളിന്റെ വിജയതന്ത്രമായി മാറി. കളിക്കാരെയും ഗ്രൗണ്ടിനെയും ആരാധകരെയും ഒരേ മനസ്സോടെ കോർത്തിണക്കാൻ ഷാങ്ലിക്ക് സാധിച്ചു. ആൻഫീൽഡിലെ പ്രസിദ്ധമായ ബൂട്ട് റൂം അദ്ദേഹത്തിന്റെ തന്ത്രങ്ങളുടെയും കളിക്കാരെ രൂപപ്പെടുത്തിയെടുക്കുന്നതിന്റെയും കേന്ദ്രമായി മാറി. അവിടെ വെച്ചാണ് ലിവർപൂളിന്റെ പ്രശസ്തമായ പാസിംഗ് ഫുട്ബോൾ ശൈലിക്ക് ഷാങ്ലി രൂപം നൽകിയത്. 1962 ലിവർപൂൾ ഒന്നാം ഡിവിഷനിലേക്ക് തിരിച്ചെത്തി. പിന്നീട് അവർ തിരിഞ്ഞു നോക്കിയില്ല. 1964 ഷാങ്ലിയുടെ കീഴിൽ ലിവർപൂൾ 17 വർഷങ്ങൾക്ക് ശേഷം ലീഗ് കിരീടം സ്വന്തമാക്കി. 1965 ആദ്യമായി FA കപ്പ് നേടി. ഷാങ്ലിയുടെ കാലത്ത് ലിവർപൂൾ 3 ലീഗ് കിരീടങ്ങളും ഒരു FA കപ്പും ഒരു UEFA കപ്പും നേടി. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ വാക്കുകൾ: Some people think football is a matter of life and death. I assure you that it is much more serious than that. ലിവർപൂളിന് ഫുട്ബോൾ കേവലം ഒരു കളിയായിരുന്നില്ല, ഒരു ജീവിത രീതിയായിരുന്നു എന്ന് ഷാങ്ലി തന്റെ പ്രവർത്തനത്തിലൂടെ തെളിയിച്ചു. അദ്ദേഹമാണ് യു വിൽ നെവർ വാക്ക് എലോൺ എന്ന ഗാനം ആൻഫീൽഡിലെ സ്റ്റേഡിയം അനൗൺസറോട് സ്ഥിരമായി പ്ലേ ചെയ്യാൻ ആവശ്യപ്പെട്ടത്. അത് പിന്നീട് ലിവർപൂളിന്റെ ആത്മാവായി മാറി. ഷാങ്ലി 1974 വിരമിച്ചപ്പോൾ ലിവർപൂൾ ആരാധകർ ആശങ്കാകുലരായിരുന്നു. എന്നാൽ ഷാങ്ലിയുടെ പിൻഗാമിയായി വന്ന ബോബ് പേസ്ലി ലിവർപൂളിനെ യൂറോപ്യൻ ഭൂപടത്തിൽ അടയാളപ്പെടുത്തി. പേസ്ലിയുടെ കീഴിൽ ലിവർപൂൾ കണ്ടത് സമാനതകളില്ലാത്ത വിജയങ്ങളാണ്. 6 ലീഗ് കിരീടങ്ങൾ, 3 ലീഗ് കപ്പുകൾ, ഒരു യുവേഫ കപ്പ്, കൂടാതെ 3 യൂറോപ്യൻ കപ്പുകൾ, ഇന്നത്തെ ചാമ്പ്യൻസ് ലീഗ്. ഇതായിരുന്നു പേസ്ലിയുടെ നേട്ടങ്ങൾ. അദ്ദേഹത്തിന്റെ ശാന്തമായ പ്രകൃതവും തന്ത്രപരമായ നീക്കങ്ങളും ലിവർപൂളിനെ ലോക ഫുട്ബോളിലെ ഏറ്റവും ശക്തരായ ക്ലബ്ബുകളിൽ നിന്നാക്കി മാറ്റി. 1977 ആദ്യ യൂറോപ്യൻ കപ്പ് ഫൈനൽ ബൊറൂസിയ മോൺഷൻഗ്ലാഡ്ബാഗിനെ തോൽപ്പിച്ചുകൊണ്ട് ലിവർപൂൾ യൂറോപ്പിലെ രാജാക്കന്മാരായി കിരീടം ചൂടി. കെവിൻ കീഗൻ, കെന്നി ഡാൽഗ്ലിഷ്, ഗ്രേം സൂനസ്, സ്റ്റീവ് ഹൈവേ, എംലിൻ ഹ്യൂസ് തുടങ്ങിയ താരങ്ങൾ ഈ സുവർണ കാലഘട്ടത്തിലെ ലിവർപൂളിന്റെ നട്ടെല്ലായിരുന്നു. കെന്നി ഡാൽഗ്ലിഷ് ലിവർപൂളിന്റെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച കളിക്കാരിൽ ഒരാളായി കണക്കാക്കപ്പെടുന്നു. കിങ് കെന്നി എന്നാണ് അദ്ദേഹം ആരാധകരാൽ സ്നേഹിക്കപ്പെട്ടത്. പേസ്ലിക്ക് ശേഷം 1983 ജോ ഫാഗൻ ചുമതലയേറ്റു. അദ്ദേഹത്തിന്റെ കീഴിൽ 1984 ലിവർപൂൾ ലീഗ് കപ്പ്, യൂറോപ്യൻ കപ്പ് എന്നിവ നേടി ഒരു ചരിത്രപരമായ ട്രിപ്പിൾ സ്വന്തമാക്കി. ഈ കാലഘട്ടത്തിൽ ലിവർപൂൾ ഫുട്ബോൾ ഒരു അപ്രതിരോധ ശക്തിയായിരുന്നു. ലിവർപൂളിന്റെ ചരിത്രം വിജയങ്ങൾ കൊണ്ട് മാത്രം സമ്പന്നമല്ല, ദാരുണമായ ദുരന്തങ്ങളും അതിന്റെ ഭാഗമാണ്. 1985 യൂറോപ്യൻ കപ്പ് ഫൈനലിൽ യുവന്റസുമായി ഏറ്റുമുട്ടുമ്പോൾ ബെൽജിയത്തിലെ ഹേസൽ സ്റ്റേഡിയത്തിൽ സംഭവിച്ച ദുരന്തം ലിവർപൂളിന്റെ കറുത്ത അധ്യായമാണ്. സ്റ്റേഡിയത്തിലെ ഒരു മതിൽ തകർന്ന് 39 ആരാധകർ മരിക്കാനിടയായ ആ സംഭവം ഫുട്ബോൾ ലോകത്തെ ഞെട്ടിച്ചു. ഈ സംഭവത്തെ തുടർന്ന്
ഇംഗ്ലീഷ് ക്ലബ്ബുകൾക്ക് 5 വർഷത്തെ യൂറോപ്യൻ വിലക്ക് ഏർപ്പെടുത്തി. ലിവർപൂളിന് 6 വർഷത്തെ വിലക്ക് ലഭിച്ചു. ഈ വിലക്ക് ലിവർപൂളിന്റെ യൂറോപ്യൻ ആധിപത്യത്തിന് താൽക്കാലികമായി വിരാമമിട്ടു. എന്നാൽ ഇതിലും വലിയ ദുരന്തം ലിവർപൂളിനെ തേടിയെത്തിയത് 1989 FA കപ്പ് സെമി ഫൈനലിൽ നോട്ടിംഗ്ഹാം ഫോറസ്റ്റുമായി ഏറ്റുമുട്ടുമ്പോൾ ഷെഫീൽഡിലെ ഹിൽസ്ബോറോ സ്റ്റേഡിയത്തിൽ വെച്ചായിരുന്നു. തിക്കിലും തിരക്കിലും പെട്ട് 97 ലിവർപൂൾ ആരാധകർ ശ്വാസം മുട്ടി മരിച്ചു. ഈ ദുരന്തം ലിവർപൂൾ ക്ലബിനെയും ആരാധകരെയും എന്നേക്കുമായി മുറിവേൽപ്പിച്ചു. ഹിൽസ്ബോറോയിൽ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം വർഷങ്ങളോളം നീണ്ടുനിന്നു. അത് ലിവർപൂളിന്റെ ആരാധക വൃന്ദത്തിന്റെ ദൃഢനിശ്ചയത്തെ അടയാളപ്പെടുത്തുന്നു. ഈ ദുരന്തങ്ങൾക്ക് ശേഷം ലിവർപൂൾ ആരാധകർക്ക്, പ്രത്യേകിച്ച് ഹിൽസ്ബോറോ ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്കും അവരുടെ കുടുംബങ്ങൾക്കും വലിയ പിന്തുണ നൽകി വന്നു. എല്ലാ വർഷവും ഹിൽസ്ബോറോ അനുസ്മരണം ലിവർപൂളിന്റെ ഹൃദയത്തിൽ ഒരു വേദനയായി നിലകൊള്ളുന്നു. ഈ ദുരന്തങ്ങളുടെ നിഴലിൽ നിന്നുകൊണ്ട് കെന്നി ഡാൽഗ്ലിഷ് കളിക്കാരനായും മാനേജറുമായും ക്ലബിനെ നയിച്ചു. അദ്ദേഹത്തിന്റെ കീഴിൽ 1988-ലും 1990-ലും ലിവർപൂൾ ലീഗ് കിരീടം നേടി. 1900-ൽ നേടിയ ലീഗ് കിരീടം പിന്നീട് ദീർഘകാലം കാത്തിരിക്കേണ്ടി വന്ന ഒരു സ്വപ്നമായി മാറി. 1990-ന് ശേഷം ലിവർപൂൾ ലീഗ് കിരീടം നേടാൻ 30 വർഷം കാത്തിരിക്കേണ്ടി വന്നു. പ്രീമിയർ ലീഗ് ആരംഭിച്ചതിന് ശേഷം ലിവർപൂളിന് പലപ്പോഴും കിരീടത്തിന് തൊട്ടടുത്ത് എത്താൻ സാധിച്ചെങ്കിലും അത് നേടാൻ കഴിഞ്ഞില്ല. റോബി ഫൗളർ, സ്റ്റീവ് മക്മനാമൻ, മൈക്കൽ ഓവൻ, ജെറാർഡ്, ഫെർണാണ്ടോ ടോറസ്, സുവാരസ് തുടങ്ങിയ ലോകോത്തര താരങ്ങൾ പല കാലഘട്ടങ്ങളിൽ ലിവർപൂളിനായി ബൂട്ടണിഞ്ഞു. ജെറാർഡ് ഹൂളിയർ, റാഫേൽ ബെനിറ്റസ്, ബ്രണ്ടൻ റോജേഴ്സ് തുടങ്ങിയ പരിശീലകർ ക്ലബിനെ വിജയത്തിലേക്ക് നയിക്കാൻ ശ്രമിച്ചു. 2001-ൽ ഹൂളിയറുടെ കീഴിൽ ലിവർപൂൾ FA കപ്പ്, ലീഗ് കപ്പ്, യുവേഫ കപ്പ് എന്നിവ നേടി ഒരു ട്രിബിൾ സ്വന്തമാക്കി. എന്നാൽ ആരാധകരുടെ പ്രധാന സ്വപ്നം പ്രീമിയർ ലീഗ് കിരീടം തന്നെയായിരുന്നു. 2005-ൽ റാഫേൽ ബെനിറ്റസിന്റെ കീഴിൽ ലിവർപൂൾ തുർക്കിയിലെ ഇസ്താംബൂളിൽ വെച്ച് AC മിലാനെതിരെ നേടിയ ചാമ്പ്യൻസ് ലീഗ് കിരീടം ഫുട്ബോൾ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച തിരിച്ചുവരവുകളൊന്നാണ്. ആദ്യ പകുതിയിൽ 3-0 പിന്നിലായിരുന്ന ലിവർപൂൾ രണ്ടാം പകുതിയിൽ അത്ഭുതകരമായി 3 ഗോളുകൾ തിരിച്ചടിച്ച് സമനില നേടി. പിന്നീട് ഷൂട്ടൌട്ടിൽ വിജയിച്ച് കിരീടം സ്വന്തമാക്കി. സ്റ്റീവൻ ജെറാർഡിന്റെ മാന്ത്രിക പ്രകടനവും ജേഴ്സി ഡൂഡക്കിന്റെ രക്ഷപ്പെടുത്തലുകളും ലിവർപൂൾ ആരാധകരുടെ മനസ്സിൽ എന്നെന്നും മായാതെ നിൽക്കും. ഈ വിജയം ലിവർപൂളിന്റെ പോരാട്ട വീര്യത്തെയും നെവർ ഗിവ് അപ്പ് എന്ന മനോഭാവത്തെയും അടിവരയിടുന്നു. ഇത് ഹേസൽ ദുരന്തത്തിന് ശേഷം ലിവർപൂൾ ഒരു യൂറോപ്യൻ കിരീടം നേടുന്നത് കൂടിയായിരുന്നു. 2007-ൽ ലിവർപൂൾ വീണ്ടും ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ മിലാനുമായി ഏറ്റുമുട്ടിയെങ്കിലും തോൽവി വഴങ്ങി. പിന്നീട് 2012-ൽ ലീഗ് കപ്പ് നേടിയെങ്കിലും ലീഗ് കിരീടത്തിനായുള്ള കാത്തിരിപ്പ് തുടർന്നു. 2013-14 സീസണിൽ ബ്രണ്ടൻ റോജേഴ്സിന്റെ കീഴിൽ ലിവർപൂൾ പ്രീമിയർ ലീഗ് കിരീടത്തിന് തൊട്ടടുത്തെത്തിയെങ്കിലും അവസാന നിമിഷം കൈവിട്ടുപോയി. ലൂയിസ് സുവാരസിന്റെയും ഡാനിയൽ സ്റ്ററിഡ്ജിന്റെയും മികച്ച പ്രകടനങ്ങൾ ആ സീസണിൽ ലിവർപൂളിന് വലിയ പ്രതീക്ഷ നൽകിയിരുന്നു. സ്റ്റീവൻ ജെറാർഡിന്റെ ഒരു പിഴവ് ലിവർപൂൾ ആരാധകരെ കണ്ണീരിലാഴ്ത്തി. ലിവർപൂളിന്റെ ചരിത്രത്തിലെ അടുത്ത സുവർണ അധ്യായം കുറിച്ചത് 2015-ൽ ചുമതലയേറ്റ യൂർഗൻ ക്ലോപ്പ് എന്ന ജർമ്മൻ പരിശീലകനാണ്. വി ഹാവ് ടു ടേൺ ഡൗട്ടേഴ്സ് ഇൻടു ബിലീവേഴ്സ്. ക്ലോപ്പിന്റെ ഈ വാക്കുകൾ ക്ലബിന്റെ തത്വചിന്തയായി മാറി. അദ്ദേഹത്തിന്റെ ഗഗൻ പ്രസിംഗ് ശൈലിയും കളിക്കാരെ പ്രചോദിപ്പിക്കാനുള്ള കഴിവും ലിവർപൂളിനെ പുതിയൊരു തലത്തിലേക്ക് ഉയർത്തി. ക്ലോപ്പിന്റെ കീഴിൽ മുഹമ്മദ് സാല, സദിയോ മാനെ, റോബർട്ടോ ഫെർമിനോ എന്ന ഫാബ് 3 മുന്നേറ്റ നിരയും വെർജിൽ വാൻ ഡൈക്ക് എന്ന പ്രതിരോധ കോട്ടയും ആലിസൺ ബെക്കർ എന്ന ലോകോത്തര ഗോൾ കീപ്പറും ചേർന്നപ്പോൾ ലിവർപൂൾ ഒരു അപ്രതിരോധ ശക്തിയായി മാറി. 2018-ൽ ലിവർപൂൾ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ റയൽ മാഡ്രിഡിനോട് തോറ്റെങ്കിലും 2019-ൽ ടോട്ടൻഹാമിനെ തോൽപ്പിച്ച് 6ാം തവണയും ചാമ്പ്യൻസ് ലീഗ് കിരീടം സ്വന്തമാക്കി. യൂറോപ്പിലെ രാജാക്കന്മാരെ അവർ വീണ്ടും അവരോധിക്കപ്പെട്ടു. ഈ വിജയത്തിന് പിന്നാലെ യുവേഫ സൂപ്പർ കപ്പും ഫിഫ ക്ലബ് ലോകകപ്പും നേടി. 2019-2020 സീസൺ ലിവർപൂൾ ആരാധകർക്ക് ഒരു സ്വപ്ന സാക്ഷാത്കാരമായിരുന്നു. 30 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ യൂർഗൻ ക്ലോപ്പിന്റെ കീഴിൽ ലിവർപൂൾ പ്രീമിയർ ലീഗ് കിരീടം സ്വന്തമാക്കി. സീസണിൽ ഉടനീളം അവിശ്വസനീയമായ പ്രകടനമായിരുന്നു ലിവർപൂൾ കാഴ്ചവെച്ചത്. റെക്കോർഡ് പോയിന്റുകൾ നേടിയും എതിരാളികളെ നിഷ്പ്രഭമാക്കിയും ലിവർപൂൾ ഫുട്ബോളിന്റെ സൗന്ദര്യം ലോകത്തിന് കാണിച്ചു കൊടുത്തു.
കോവിഡ് മഹാമാരിയെ തുടർന്ന് സ്റ്റേഡിയങ്ങൾ ശൂന്യമായിരുന്നെങ്കിലും ലോകമെമ്പാടുമുള്ള ലിവർപൂൾ ആരാധകർ ആ കിരീട വിജയത്തിൽ ആഘോഷിച്ചു. അത് കേവലം ഒരു കിരീടമായിരുന്നില്ല, നഷ്ടപ്പെട്ട കാലത്തിന്റെ വീണ്ടെടുപ്പും ദുരിതങ്ങളെ അതിജീവിച്ചതിന്റെ പ്രതീകവും അടിയുറച്ച വിശ്വാസത്തിന്റെ പ്രതിഫലനവുമായിരുന്നു. പ്രീമിയർ ലീഗ് കിരീടത്തിന് ശേഷം ലിവർപൂൾ വീണ്ടും വിജയങ്ങൾ തുടർന്നു. 2022 ലീഗ് കപ്പും FA കപ്പും നേടി. ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ വീണ്ടും റയൽ മാഡ്രിഡിനോട് തോറ്റെങ്കിലും ലിവർപൂൾ ഇംഗ്ലണ്ടിലെയും യൂറോപ്പിലെയും ഒരു പ്രമുഖ ശക്തിയായി നിലകൊള്ളുന്നു. 2024-25 സീസണിൽ 20ാമത്തെ ലീഗ് കിരീടവും നേടി ഇംഗ്ലണ്ടിലെ ഏറ്റവും മികച്ച ക്ലബ്ബ് തങ്ങളാണെന്ന് സ്ഥാപിച്ചു. ആൻഫീൽഡ് എന്ന തട്ടകവും യു വിൽ നെവർ വാക്ക് അലോൺ എന്ന ഗാനവും ചുവന്ന ജേഴ്സിയിൽ കളിക്കുന്ന ഓരോ താരവും ലിവർപൂളിന്റെ ആത്മാവിനെ പ്രതിനിധീകരിക്കുന്നു. വിജയങ്ങളും ദുരന്തങ്ങളും സന്തോഷങ്ങളും കണ്ണീരും ഒരുപോലെ പങ്കിട്ട ഒരു യാത്രയായിരുന്നു ലിവർപൂളിൻ്റെത്. ഓരോ കളിക്കാരനും ഓരോ പരിശീലകനും ഓരോ ആരാധകനും ഈ ക്ലബിന്റെ ചരിത്രത്തിന്റെ ഭാഗമാണ്. ലിവർപൂൾ ഫുട്ബോൾ ക്ലബ് കേവലം ഒരു ടീമല്ല, അതൊരു വികാരമാണ്, ഒരു കുടുംബമാണ്. പ്രതിസന്ധികളിൽ തളരാതെ മുന്നോട്ട് പോകാനുള്ള ഊർജമാണ്. എത്ര വലിയ വീഴ്ചകളിൽ നിന്നും തിരിച്ചു വരാൻ കഴിവില്ല ഒരു ക്ലബ്ബ്. അവരുടെ ചരിത്രം ഇംഗ്ലീഷ് ഫുട്ബോളിലെ ഏറ്റവും മഹത്തായതും നാടകീയവും വൈകാരികവുമായ ഒന്നാണ്. ചുവപ്പിന്റെ തീരാത്ത പ്രണയം പോലെ ലിവർപൂളിന്റെ യാത്ര തുടരും. പുതിയ ചരിത്രങ്ങൾ രചിച്ച് പുതിയ വിജയങ്ങൾ നേടി ലോകമെമ്പാടുമുള്ള ആരാധകരുടെ ഹൃദയങ്ങളിൽ ജ്വലിച്ച് നിന്നുകൊണ്ട്. കാരണം അവർ ഒറ്റയ്ക്കല്ല. യു വിൽ നെവർ വാക്ക് അലോൺ.